നോക്കിയപ്പോൾ ഇതേപോലെ ഒരു ഡൈനിങ് ടേബിള് ഇമ്പോർട്ടഡ് ഹാർഡ് വുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തെ ഒരു പ്രമുഖ ഷോറൂമിൽ ഞാൻ പോയിട്ട് വില ചോദിച്ചപ്പോൾ ഈ സൈസിലുള്ളത് എന്നോട് പറഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. എനിക്കിത് ടോട്ടൽ എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ പാതി കോസ്റ്റ് എനിക്ക് തീർക്കാൻ പറ്റി. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ക്ലയന്റിന് നമ്മൾ ഇന്റീരിയർ ചെയ്ത് കൊടുക്കുന്നു, ആ ഇന്റീരിയർ ചെയ്ത് കൊടുക്കുന്നത് 710 ഗ്രേഡ് ആണെന്ന് ആ ക്ലയന്റിനോട് എങ്ങനെ നിങ്ങൾ കൺവിൻസ് ചെയ്യും? നമസ്കാരം, ഞാൻ വിഷ്ണുജൻ, വീട് ബൈ വിഷ്ണുജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലാണ്. ഈ സ്വപ്ന മനോഹര ഭവനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 6 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ സ്വപ്ന ഭവനത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീട് ബൈ വിഷ്ണു വിജയൻ്റെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. $2,700 സ്ക്വയർ ഫീറ്റിൽ 6 സെൻറ്റിൽ നിർമ്മിച്ച കണ്ടംപററി ഭവനം. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലിവേഷൻ സൈഡ് നോക്കുമ്പോൾ തന്നെ ഇതിനൊരു അട്രാക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ഭംഗിയുള്ള ഒരു സൂപ്പർബ് ഇൻറ്റീരിയർ ആണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഗണേഷ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന നമ്മളുടെ സ്വന്തം ശരത്ത് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഓണ്ടർപ്രണർഷിപ്പ് വളരെ സിമ്പിളായിട്ട്, വളരെ സീറോയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്ത് തൃശ്ശൂരിൽ തന്നെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആർക്കിടെക്റ്റാണ്. നമസ്കാരം. താങ്ക് യു വിഷ്ണു ചേട്ടാ. സുഖമാണോ? സുഖം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നന്നായി പോണു. അനുഗ്രഹത്തിൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് തുടങ്ങി. അതായത് ഞങ്ങളുടെ ബിസിനസ്സും എൻ്റെ ഫാദറും ഒരുപാട് വളരെ ബിഗ് സീറോയിലാണ് ഞങ്ങളുടെ ബിസിനസ് കൊണ്ടുവന്നത്. ഇന്ന് 300 CR മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായിട്ട് ഒരുപാട് പേർക്ക് ജോലി സാധ്യത കൊടുത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ലെവലിലേക്ക് ഞങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുവരാൻ പറ്റി. അപ്പം നമുക്ക് ഇന്ന് ഈ വീട് വിസിറ്റ് സീരീസിന്റെ ഈ പ്രത്യേകതയുള്ള വീടുകളുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. നിങ്ങൾ ഉപയോഗിച്ച ടെക്നിക്സ് ആണ് എനിക്ക് ആവശ്യം. ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മളുടെ ലാൻഡ്സ്കേപ്പ് സ്പേസിൽ തന്നെ തുടങ്ങാം. ഇതൊരു നോർമൽ കോട്ട സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഈ തോന്നിയ ഒരു വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ, ഇതൊരു രസമുള്ള ഐഡിയ. ഇവിടെ എല്ലാം നമ്മുടെ കോമ്പൗണ്ട് വാളിനെല്ലാം ഇങ്ങനെ ഹോൾസ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം? അത് നമ്മളൊരു ബ്രീത്തിങ് വാൾ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഇവിടെ പ്ലാൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി എയർ സർക്കുലേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടും ഒരു ബ്രീത്തിങ് വാൾ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ആ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് 2 ഏരിയയിൽ. ഇവിടെ ഈ സൈഡിലും അതുപോലെ ഫ്രണ്ട് സൈഡിലും നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്ന എപ്പോഴും വീടിനകത്തെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. വീടിന് പുറത്തുള്ള ചെടികൾക്കും ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. ഓപ്പൺ ആകുന്നത് മാത്രമല്ല, ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്ത് നമ്മുടെ കോമ്പൗണ്ട് വാളിനെ ഭംഗിയാക്കാം എന്നുള്ളത് വളരെ മനോഹരമായ ഒരു വലിയൊരു തത്വമാണ്. അപ്പോൾ നമ്മളിനിയും ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഗേറ്റ്സ് വളരെ സിമ്പിൾ ഗേറ്റ് ആണ്, റോളർ ഗേറ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ 80-40 സ്ക്വയർ ട്യൂബിൽ 12 mm സ്ക്വയർ റാഡിൽ അല്ലേ 40-20 ട്യൂബ് ഒക്കെ വെച്ചിട്ട് HPL ഷീറ്റാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഈ HPL ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ ഫിനിഷ് നിങ്ങൾ ബിൽഡേഴ്സ് ആയാലും ആർക്കിടെക്ട്സ് ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും എല്ലാം യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് ഗേറ്റ്സിന്റെ കോൺസെപ്റ്റേ മാറ്റിക്കളഞ്ഞത് ഈ സാധനം. അതെ. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇത് നമുക്ക് നമ്മുടെ വീടിന് ഒരു എലഗൻ്റ് ആയിട്ടുള്ള കുറച്ചൊരു റിച്ച്നെസ് ഫീൽ സ്റ്റാർട്ടിങ്ങിൽ മുതലേ നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു മെയിൻ പ്രൊഡക്റ്റ് തന്നെയാണ് HPL ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സൈറ്റുകളിൽ ഇപ്പോൾ HPL ഷീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഗേറ്റ്സിനൊക്കെ ആയിട്ട്. പിന്നെ HPL ഷീറ്റ് തന്നെ CNC കട്ട് ചെയ്ത് നമ്മൾ അതെ. ആ കട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എലഗൻസ് കൂടും. ഇതിനകത്ത് ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രൂ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ കാർപ്പൻറ്റേഴ്സിനെ വെച്ചിട്ട് ഇതൊരു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഗ്രൂ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് സിലിക്കോൺ ഫില്ല് ചെയ്തൊക്കെയാണ്. ഇതൊരു V ഷേപ്പിൽ ഗ്രൂ കട്ടിംഗ് ആണ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലൈൻ അലൈൻമെന്റ് കിട്ടാനുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്രൂസ് ഒക്കെ അതിന് ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല, അടഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് പേസ്റ്റിൽ നമ്മളത് ഫില്ല് ചെയ്തൊക്കെയാണ്. ഇത് 8x4 സൈസിലാണ് മാർക്കറ്റിൽ അവൈലബിൾ. മെയിൻ ആയിട്ടും ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് ഹീറ്റ് റിട്ടാർഡന്റ് ആണ്, വെള്ളം വാട്ടർപ്രൂഫ്, ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ്. ക്വാളിറ്റി ഉള്ള അതിന് പ്രൈസും ഉണ്ട്. 50,500 രൂപ നമുക്കൊരു ഷീറ്റിന് 9,500 കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സിറ്റ് ഔട്ട് പോർഷൻ ആണ്. സിറ്റ് ഔട്ട് പോർഷൻ വലിയ എന്താ പറയുക ഭാരിച്ച സംഭവങ്ങളൊന്നും കൊടുത്തില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു. ഈ സിറ്റ് ഔട്ടിന്റെ സ്പേസ് ഒരു വീടിന് കുറയ്ക്കുന്നതും കൂട്ടുന്നതും എന്ത് മാനദണ്ഡത്തിലാണ്? കൂടുതൽ നമുക്കിപ്പോൾ ടോപ്പിൽ ഇവിടെ കിട്ടുന്ന നമുക്ക് ടോട്ടൽ കിട്ടുന്ന കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ആയാലും അവർ കൂടുതൽ ആൾക്കാരത് കൺസിഡർ ചെയ്യാറില്ല. അവർ കൂടുതൽ സിറ്റ് ഔട്ട്സ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ്സ് അവരുടെ ഒരു
അഭിപ്രായത്തിലാണ് നമ്മൾ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളിൽ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കാർ പാർക്കിങ്സിന് നമുക്ക് സ്പേസ് ഇപ്പോൾ ഇതുപോലെ ഷോർട്ട് ലാൻഡ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് സ്പേസ് മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് അവർക്ക് 2 കാർ പാർക്കിംഗ് ഒക്കെ കിട്ടുന്ന രീതിയിൽ അത്തരത്തിൽ പ്ലാൻ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ സിറ്റ് ഔട്ട് സ്പേസ് അധികം ആഗ്രഹിക്കാറില്ല, അവർക്കൊരു ഫയർ പോലെ പെട്ടെന്ന് എൻട്രി ചെയ്ത് പോകുന്ന പോലെയുള്ള ഒരു സ്പേസ് ആണ് അവർക്ക് ആവശ്യമുള്ളൂ. ഇതെല്ലാം ക്ലയന്റിന്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. വീതി, അതായത് ഫ്രണ്ടിലെ ലാൻഡിന്റെ വീതി കൂടുന്നതനുസരിച്ച് സാധാരണ സിറ്റ് ഔട്ടിന്റെ വീതിയും കൂടാറുണ്ട്. അങ്ങനെ ഇല്ല, അതിലിപ്പോൾ ഞങ്ങൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ആ ഒരു ചില ആളുകൾക്ക് സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ഉണ്ടാവും. അവർക്ക് ലെങ്തി വരാന്ത വേണം, വീടിന് മുമ്പിൽ ഒരുപാട് പില്ലേഴ്സ് ഉള്ള പോലെയുള്ള കൺസെപ്റ്റ്, കൊളോണിയൽ കൺസെപ്റ്റിലായാലും ട്രഡീഷണൽ കൺസെപ്റ്റിലായാലും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അവരായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ അത്തരം കൺസെപ്റ്റിലേക്ക് പോകുക. ഇപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള സിറ്റ് ഔട്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഒരു എലിവേഷനിൽ നമുക്ക് ഈ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു ബാൽക്കണി സ്പേസും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഭംഗി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റ്. വളരെ നല്ല രീതിയിൽ എൻ്റെ എക്സിക്യൂഷൻ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു കാറും വേണമെങ്കിൽ ഒരു ബൈക്കും വേണമെങ്കിൽ 2 ചെറിയ കാറുകൾ ഇടാൻ പറ്റുന്ന ലെവലിൽ ബാക്ക് ടു ബാക്ക് നമുക്ക് ഇപ്പോൾ ഈ സ്ലൈഡിംഗ് ഗേറ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു സ്പേസ് ആക്ച്വലി ഇവിടെ നമുക്കൊരു കാർ പാർക്കിങ്ങിനുള്ള ആക്ച്വൽ സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് 2 ഗേറ്റ്സ് പ്ലേസ് ചെയ്യാന്നുള്ളതായിരുന്നു, ഒരു ചെറിയ കാറിനുള്ള പാർക്കിംഗ് കൂടെ ആയിട്ട്. ഇനി വേണമെന്നുണ്ടെങ്കിലും ആളുകൾക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു പറഞ്ഞൊരു നമുക്കത് മാറ്റാൻ പറ്റും. പിന്നെ ഇവിടെ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ ഒക്കെ ഇട്ട് പെബിൾസ് ഒക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇതിന്റെ പില്ലർ, ഈ തൂണുകൾ ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഒരു പുതിയ മെത്തഡോളജി, പുതിയ കാലഘട്ടത്തിന് വേറെ കുറച്ച് പുതിയ ഈ ക്ലാഡിങ് അല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു തോട്ട് എന്താണ്? ക്ലാഡിങ്ങിൽ തന്നെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. ഈവൻ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വെട്ടുകല്ല്, ചെങ്കല്ല് എന്നൊക്കെ പറയുന്ന മെറ്റീരിയലൊക്കെ സ്ലൈസ് ചെയ്തിട്ട് വരുന്ന ടൈപ്പുകൾ വാട്ടർമാനൊക്കെ ഇതിന് കണ്ടിട്ടുണ്ട്. നാച്ചുറൽ അങ്ങനത്തെ അത് ഓരോ ടൈപ്പ് ഓഫ് പ്രൊജക്റ്റിൽ എങ്ങനെ ഫീച്ചർ ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ നമുക്ക് ഇത് നമ്മൾ ആക്ച്വലി നാച്ചുറൽ സ്റ്റോൺ അല്ല, സ്റ്റോൺ ഫിനിഷ് ആയിട്ടുള്ള ടൈൽസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺ ഫിനിഷുള്ള ടൈലാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ UPVCയിലൊക്കെ ലൂവേഴ്സൊക്കെ പോലെയുള്ള ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അത് ഡിപ്പെൻഡ്സ് ഏതൊരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറിൽ നമ്മൾ ഈവൻ കണ്ടംപററി ആയാലും ട്രോപ്പിക്കൽ ആയാലും ഏത് ടൈപ്പാണ് നമ്മൾ ആ ഒരു പില്ലേഴ്സിന് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് മാച്ചിങ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ എലമെന്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിറ്റ് ഔട്ട് പോർഷനിലേക്ക് സാധാരണ എല്ലാവരും ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. ലെപ്പോത്ര എന്ന് പറയുമ്പോൾ മാറ്റ് ഫിനിഷ് ലെപ്പോത്ര ഗ്രാനൈറ്റ്സ്. അതെ. ഇവിടെ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ആ ഒരു തോട്ടിലെ പിന്നുള്ള രസം? ഇവിടെ നമ്മളത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെപ്പോത്രയിൽ ഇപ്പോൾ വരുന്ന ക്വാളിറ്റിയിൽ കുറേ മോശമായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് നമ്മുടെ കുറച്ച് ചേർന്ന് ഫ്രണ്ട്സായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുടെ സൈറ്റിലൊക്കെ ഉണ്ടായി. അത് ഇട്ട് 2 വർഷം 1 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും കളർ ഫേഡ് ആവുന്നതും ക്രാക്ക് വരുന്നതായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത് ഒരു പ്രശ്നം, നമുക്കിവിടെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് കിട്ടുന്നതിൽ ഒരു ഇഷ്യൂസ് വന്നപ്പോഴാണ് നമ്മൾ പിന്നെ മാറ്റി ചിന്തിച്ചത്. ഇത് കജാരിയുടെ തന്നെ എട്ടർനെറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈലാണ്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിൽ യൂസ് ചെയ്തിട്ടുള്ളതും ഈ മാറ്റ് കളറിൽ യൂസ് ചെയ്തിട്ടുള്ളതും രണ്ടും ആ ടൈൽ തന്നെയാണ്. ഇപ്പോൾ ഇത് നമുക്ക് സൈസ് വരുന്ന 8 feet by 2.5 feet ആണ് നമുക്കിതിൻ്റെ സൈസ് വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ബ്ലണ്ടർ സമയം ആൾക്കാർ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഈ ഗ്രാനൈറ്റ് സെഗ്മെന്റാണ്. അതെ അതെ. ഇത് ഒരു വീടിന്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് നമുക്ക് ബാംഗ്ലൂരോട്ട് പോയി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ ചെയ്യും. അവിടെ ഏജന്റന്മാരുടെ ബഹളമാണ്. അവിടെ ഒരു പെട്ടിക്കട പോലാണ് ഗ്രാനൈറ്റിന്റെ ഷോപ്പ്. അതെ അതെ അതെ. അവിടെ ചെന്നിട്ട് അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് അവിടെ ചെന്ന് ഇവിടെ നാട്ടിലെ വില ചോദിച്ചിട്ട് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ക്വാളിറ്റിയുടെ ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. പല ആൾക്കാർക്കും അത് മനസ്സിലാറിയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കാരണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അവിടെ പോയിട്ടുള്ളതാണ്. നമ്മൾ പോകുമ്പോൾ അവിടെ പോയിട്ട് അവരെ ഫാക്ടറീസ് വിസിറ്റ് ചെയ്യണം. അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അപ്പുറം ഉണക്കാട്ടിരിക്കുന്ന പോലെ ഗ്രാനൈറ്റ്സ് കുറേ അവർ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വാക്സ് അപ്ലൈ ചെയ്യണത് കാണാം. നമ്മൾ റോളറിൽ പെയിൻറ്റ് ചെയ്യണ പോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഈ ഗ്രാനൈറ്റ്സിൻ്റെ മുകളിലെല്ലാം വാക്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് അവരോട് നമുക്ക് ആ ഒരു ഗ്ലോസിനെസ്സോട് കൂടിയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അത് നമ്മുടെ നാട്ടിൽ കൊണ്ട് നമ്മൾ സിറ്റ് ഔട്ടിലും ലിവിങ്ങിലും ഒക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചൊരു വെയിലടിക്കുന്ന പ്രദേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 വർഷം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ആകെ സ്ക്രാച്ചായി ചുണങ്ങ് പിടിച്ച പോലെ ആകെ പൊളിഞ്ഞ് പോരാൻ തുടങ്ങും. എഗെയിൻ നമുക്ക് ആ സെയിം ഫിനിഷ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരത് 300-350 റുപ്പീസിനൊക്കെയാണ് ആ മെറ്റീരിയൽ വിൽക്കുന്നത്. എൻ്റെ ക്ലയൻസ് ഒക്കെ എടുത്തിട്ട് മുന്നേ ഇതുപോലെ അവർ പോയി പർച്ചേസ് ചെയ്തിട്ടൊക്കെ അബദ്ധത്തിൽ പെട്ടിട്ടുണ്ട്. ആവശ്യമില്ലെന്നേ എല്ലാ ബ്രാൻഡഡ് കമ്പനിക്കാരും വലിയ ടൈൽസും നല്ല ഇറക്കിയിട്ടുണ്ട്, സോളിഡ് സാധനങ്ങൾ, അതായത് ടൈൽസ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഗ്യാരണ്ടി പറയുന്നത് അവരാണ്, കമ്പനിക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തോട്ടിലേക്ക് പോകാതെ ഈ പറഞ്ഞ ടൈലുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഭംഗി, ഏറ്റവും ഭംഗി. അപ്പൊ ഇനി നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇത് തേക്കിലാണല്ലോ ചെയ്തിരിക്കുന്നത്, ഫുൾ ടേക്ക് വുഡാണ്. ഇത് എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ ഹാൻഡിലുകളോട് വല്ല വെറുപ്പുണ്ടോ? ഇത് നമ്മൾ കുറച്ചുകൂടി എലഗൻ്റായിട്ട് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന രീതിയിൽ കുറച്ചുകൂടി താഴെ മുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വുഡൻ ഫുൾ ഒരു ഫീലിംഗ് കിട്ടാൻ
സാധാരണ ആൾക്കാർ ഇങ്ങനെ ഒരു മെനക്കേടിന് പോകുന്നു. അതെ അതെ ആ സമയം ഇതൊക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്ന സാധനങ്ങളാണ്. ആക്ച്വലി ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഈ ഒരു ഇതിന് ലേബർ ചാർജ് തന്നെ നമുക്ക് 2000 റുപ്പീസോളം ഒരെണ്ണത്തിന് നമുക്ക് ലേബർ ചാർജ് എക്സ്പെൻസ് വരുന്നുണ്ട്. ഇത് കടഞ്ഞ് നമുക്കൊരു കാർപ്പൻറ്ററിനെ വെച്ച് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് വുഡിൻ്റെ കോസ്റ്റ് കൂടാതെ നമുക്ക് അതിൻ്റെ ലേബർ കോസ്റ്റ് മാത്രം അത്രയും കോസ്റ്റ് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഹിഞ്ചസ് എല്ലാം തന്നെ 304 ഗ്രേഡ് ഹിഞ്ചസ് ആണ്. അതെ അതെ അതെ. സാധാരണ ആൾക്കാർക്ക് അത് അറിയില്ല. ഇപ്പം നമ്മൾ ഈ ആനയെ വാങ്ങിക്കാം, ആനയുടെ ചങ്ങലയ്ക്ക് വില പറയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. ഈ പറയുന്ന വലിയ സംഭവങ്ങളൊക്കെ ചെയ്യും, വലിയ കിച്ചണിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യും, ഫർണിച്ചേഴ്സിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷേ ഈ ഡോർ ഹിഞ്ചസ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. തീർച്ചയായും ആ ഹിഞ്ചസ് തന്നെ ഇന്ന് ക്വാളിറ്റിയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. 304 ഗ്രേഡുള്ള ഹിഞ്ചസ് തന്നെ യൂസ് ചെയ്യുക. അതിന്റെ തിക്നെസ് അതുപോലെ അതിന്റെ സൈസ് ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി അകത്തേക്ക് കടന്നു വന്നു. അകത്തേക്ക് കടക്കുമ്പോൾ ഇതൊരു വല്ലാത്ത റിച്ച് ഫീലിംഗ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇത്, എങ്ങനെ ഇത്രയൊരു ഭംഗിയിൽ ഇത് ചെയ്യാനുള്ള പിന്നീടുണ്ടായ ഒരു ചേതോ വികാരം എന്താ? ആക്ച്വലി നമുക്കിപ്പോൾ ഇതിനകത്തൊരു കോൺസെപ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു യൂറോപ്യൻ മൊറോക്കൺ മിക്സാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കളർ കോംബോ ആയാലും ടൈൽസ് ആയാലും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊരു വൈൻസ് കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ വാൾ മൊത്തം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മാക്സിമം സ്വിച്ച് ബോർഡ്സൊക്കെ രണ്ടെൻഡിലേക്ക് മിനിമം കിട്ടുന്നത് മാത്രം കണക്ട് ചെയ്ത് വെച്ച് അത് നമ്മൾ വെയിൻസ് കോട്ടിങ് ചെയ്തു. ഈ ഒരു മെത്തേഡിന് നമ്മൾ വെയിൻസ് കോട്ടിംഗ് എന്ന് പറയുക. അതിന് കുറച്ചുകൂടി റിച്ച്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ബോർഡേഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തു. ഇത് പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമുക്ക് ജിപ്സത്തിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അത് ജിപ്സത്തിനൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ തട്ടിപ്പോകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിത് പക്ക ടീക്ക് വുഡിൻ്റെ സ്ട്രിപ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് മൗൾഡിങ്സ് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് ഫുൾ മെഷീനിൽ പെയിന്റ് ചെയ്തതാണ്. ഇതൊരു വോൾ ഫുൾ ഇങ്ങനെ അങ്ങ് കൺവെർട്ട് ചെയ്തു. ഡിസൈനിങ് എലമെന്റ് ആയി. ഇതിനകത്തെ ആ ഒരു ആംബിയൻസ് ഭയങ്കര റിച്ച് ആയി. ഒരു 7 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറുന്ന ഒരു ഫീലിംഗ് ആയി തോന്നുന്നുണ്ട്. പിന്നെ സീലിംഗിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയുള്ള ഒരു വെസ്റ്റേൺ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ടൈപ്പ് ഓഫ് ജിപ്സം വർക്കാണ് നമ്മൾ സീലിംഗിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മോഡൽസ് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. അതുപോലെ അതിനകത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തേക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തത്. അത് നമ്മുടെ ഈ സ്പേസിന് എത്ര ഇനഫ് ലൈറ്റ്സ് ആവശ്യമുണ്ടോ അത്രയും ആവശ്യമുള്ള കാൽക്കുലേഷൻസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് താഴെ ഇട്ടിരിക്കുന്ന ഈ മൊറോക്കൻ സീരീസ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത് 4x2 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കളറുമായിട്ട് മാച്ച് ആവുന്ന ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ TV യൂണിറ്റിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് നമ്മുടെ പ്ലൈവുഡിൽ 710 ഗ്രേഡ് ലാമിനേഷൻ മൈക്ക കൊടുത്തിട്ട് ഇതിന്റെ ബാക്കിൽ നമ്മൾ WPC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. WPCക്കകത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ ടച്ച് കൊണ്ടുവന്നത്? അത് എന്ത് തീമാണ്? ഇത് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ലൂവേഴ്സിൽ തന്നെ റെഡിമെയ്ഡ് ഇതുപോലെ ഗോൾഡൻ വിത്ത് ആയിട്ടുള്ള 4 ഇഞ്ച് 5 ഇഞ്ച് തിക്നെസ്സുള്ള വിഡ്ത്തിലുള്ള പീസസ് അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് ഇങ്ങനെ ഓരോന്നോരോ പീസാണ്. ഇതൊരു പീസാണ്, ഇതൊരു പീസാണ്, ഇതൊരു പീസാണ്. 4 ഇഞ്ചസിലൊക്കെ നമ്മുടെ പീസസ് ഇങ്ങനെ 8 ഫീറ്റ് ലെങ്ത്തിൽ നമുക്ക് വരുന്നതാണ്. അങ്ങനെ വാങ്ങിച്ചിട്ട് അത് ചെയ്തതാണ്. അത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു TV യൂണിറ്റിന്റെ ആ സ്പേസ്, ആ ഒരു ഡിസൈനെ തന്നെ ഭയങ്കരമായിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇവിടെ 2 വെന്റിലേഷൻ ആയിട്ട് 2 വിൻഡോസ്, 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. 3 വിൻഡോസ് കൊടുത്തിട്ട് അതിനെ ഓപ്പൺ എയർ സർക്കുലേഷനെ ഓപ്പൺ വളരെ കൂൾ ആക്കാനുള്ള ഒരു മാക്സിമം നമ്മളത് ഫ്രഞ്ച് വിൻഡോന്റെ ഹൈറ്റിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് ലൈറ്റ്സ് നമുക്ക് വരുന്നത് കട്ട് ഓഫ് ചെയ്യാണ്ടിരിക്കുന്നത് നമ്മുടെ ഷിയേഴ്സ് ആണ് ബ്ലൈൻഡ്സിന്റെ സ്പേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ലൈറ്റ് നമുക്ക് കിട്ടും ചെയ്യും, ഒരു പ്രൈവസി നമുക്ക് അവിടെ എപ്പോഴും കീപ്പ് ആവും. നല്ല രീതിയിലുള്ള എക്സിക്യൂഷൻ ഇവിടെ ഇതിനകത്ത് തന്നെ ഇന്ന് പറയാൻ ഒരുപാട് സാധനങ്ങൾ, എലമെന്റ്സിന്റെ ബഹളമാണ്. ഇനി അടുത്തേക്ക് വരുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ശരിക്കും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് 3 വീക്സ് ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ള ആള് നിങ്ങളിത് വിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ഇൻവെർട്ടേഴ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് ഈ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ നമ്മൾ ഇന്നുള്ള ന്യൂജൻ ആർക്കിടെക്ട്സ് ഒക്കെ സാധാരണ മെറ്റലിന്റെ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന കോൺക്രീറ്റ് സ്റ്റെപ്പിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ടായ കാരണം. ഈ മെറ്റൽ സ്റ്റെപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് അത് അവരുടെ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് വരുന്ന ഒരു സെഗ്മെന്റ്സിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാറ്. മറ്റേത് പക്ഷേ നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് ഇതുപോലെ സ്ട്രെങ്ത്തിൻ്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പ്ലസ് നമുക്ക് അതിനകത്ത് ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും വരുന്നില്ല വേറെ എക്സ്ട്രാ. പിന്നെ അതുപോലെ ഒരു പ്ലേറ്റ് ഫോൾഡഡ് സ്റ്റെയർസ് എന്നാണ് ഇതിന് പറയുക. ഇത് ഈ രീതിയിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ആ ഒരു നല്ല ലുക്കും കാര്യങ്ങളും കിട്ടുന്നത് തന്നെയാണ്. ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെ വരുന്ന സ്റ്റെപ്പുകളിൽ ഇതിന്റെ ഹൈറ്റ്സ്, ഇതിന്റെ ഡിഫറൻസ് ചെയ്തിട്ട് വരുന്ന ഹൈറ്റ്സ് ഉണ്ട്. അതിന് എന്താണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്താണ്? അത് 15 സെന്റിമീറ്റർ ആണ് മിനിമം അതിന്റെ ഹൈറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് റൈസർ ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം 15 സെന്റിമീറ്റർ ആണ്. അതായത് ഒരു പ്രായമായ ആളുകൾക്കായാൽ പോലും
ആയാസകരമായ രീതിയിൽ ഈസി ആയിട്ട് കയറി പോകാവുന്ന ഒരു മെഷർമെൻറ്റ്, നമ്മുടെ ലെഗ് പൊസിഷൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് കുറയാനേ പാടുള്ളൂ, ഒരിക്കലും കൂട്ടാൻ പാടില്ല. ടയറിൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് 1 മീറ്റർ വിഡ്ത്തിലാണ്. ഹൈറ്റിൽ കൊടുത്തു. ഇനി നമ്മളിവിടെ ഈ പറഞ്ഞ നമ്മുടെ ഡൈനിങ് റൂമിലെ ഈ ഡൈനിങ് ടേബിൾ ഭയങ്കര പ്രത്യേകത ഉണ്ടല്ലോ. ഇത് എന്തായിരുന്നു? ഇത് സാധാരണ നമ്മൾ ഫർണിച്ചറുകളിൽ ചെന്ന തപ്പിയാൽ ഇത്രയും ബ്യൂട്ടിഫുൾ സാധനം കിട്ടില്ല. ഇത് ആക്ച്വലി നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മൾ വർക്കേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഗ്രാനൈറ്റ് പർച്ചേസ് ചെയ്യുന്ന കടയിൽ നമ്മൾ നാനോ വൈറ്റിൻ്റെ 5D റേഞ്ചിലുള്ള ഈ ഇത് തിരഞ്ഞെടുത്ത് ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ടെംപ്ലേറ്റ് കട്ട് ചെയ്ത് നമ്മൾ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് കൊടുത്ത് ഈ പറഞ്ഞ മൗൾഡിങ്സ് വരെ നമ്മൾ അതിനനുസരിച്ച് അടിച്ചുണ്ടാക്കിയതാണ്. ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ പ്ലൈവുഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡിസൈനിൽ നമ്മൾ അടിച്ച് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രെയിംസ് വരുന്നത് മെറ്റൽ സ്ട്രക്ചറാണ്. മെറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഇതുപോലെ GP ട്യൂബിൽ തന്നെ റെക്ടാങ്കിൾ ട്യൂബ്സിൽ ആസ് പെർ ആ ഡിസൈനിനനുസരിച്ചിട്ടാണ് നമ്മൾ. സത്യം പറഞ്ഞാൽ വീടിൻ്റെ ഫർണിച്ചർ സ്ട്രക്ചറൽ ട്യൂബിൽ, അതായത് മെറ്റൽ ട്യൂബിൽ ഉണ്ടാക്കിയാൽ ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും. ഒബ്വിയസ്ലി തീർച്ചയായും ലാഭിക്കും. ഇതേപോലെ ഒരു ഡൈനിങ് ടേബിള് ഇമ്പോർട്ടഡ് ഹാർഡ് വുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തെ ഒരു പ്രമുഖ ഷോറൂമിൽ ഞാൻ പോയിട്ട് വില ചോദിച്ചപ്പോൾ ഈ സൈസിലുള്ളത് എന്നോട് പറഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. എനിക്കിത് ടോട്ടൽ എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ പാതി കോസ്റ്റിൽ എനിക്ക് തീർക്കാൻ പറ്റി. അത് ചെയർസ് ഇല്ലാണ്ടാണ് അവർ ടേബിളിനെ മാത്രം പതി കാശ് നമുക്ക് ചെയ്തത്. പിന്നെ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഒരു മെയിൻ DB ബോർഡ് വരുന്നത്. അത് നമ്മളിതുപോലെ ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ആക്സറീസ് ഒക്കെ വെക്കാനായിട്ട് നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോ എലമെൻ്റ് ഒക്കെയാണ്. അപ്പോൾ ലൂക്കറിൻ്റെയാണ് നമ്മളിതിനകത്ത് DB ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെയുള്ള DB ബോർഡ്സ് മറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള എലമെന്റ്സ് കൊണ്ടുവന്നത് നല്ലൊരു വൃത്തിയുള്ള ഒരു സ്കീം ക്രിയേറ്റഡ് ആവും. യെസ് അല്ലേ? പിന്നെ ഇവിടുത്തെ വാഷ് കൗണ്ടർ സ്പേസ് ആണ് ഭയങ്കരമായിട്ട് പറയേണ്ടത്. ഒരു ഹൈലൈറ്റ് സ്പേസ് ആണ്. ഒരു വോൾ കംപ്ലീറ്റ് ടൈൽ ഒട്ടിച്ചിട്ട് ഭയങ്കര ഒരു എന്താ പറയണ്ടത്, വല്ലാത്ത എലഗൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്തായിരുന്നു ഇവിടെ ഈ വോൾ കംപ്ലീറ്റ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ, അതായത് ഫുൾ വൈറ്റ് പാറ്റേൺ ആണ്. വൈറ്റിൽ കുറച്ചുകൂടെ ഡാർക്ക് സെൻസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വാഷ് കൗണ്ടർ വെക്കേണ്ട സംഭവത്തിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് അധികം ആലോചിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് പോകാനായിട്ട് നല്ലത് നമുക്ക് തോന്നി ഈ ഒരു സ്പേസിലേക്ക് യൂസ് ചെയ്യാം. സാധാരണ ഇപ്പോൾ നമുക്ക് ഇത്രയും കോസ്റ്റ് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മൾ എന്താ വെച്ചാൽ ഇതൊരു ഹൈലൈറ്റ് ചെയ്യുന്ന വാളാക്കി ഈ വീട്ടിലേക്ക് നമ്മൾ ലിവിങ്ങിൻ്റെ അത്രയും ബ്യൂട്ടി കണ്ടുവന്ന് പിന്നെ സെക്കൻഡ് ആ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വന്ന് അവരെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഇതായിരിക്കും. അപ്പോൾ ഇത് മൊറോക്കൻ ഡിസൈനിലുള്ള ടൈൽസ് തന്നെയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ ഒരു സംഭവത്തിനകത്ത് ഈ ഒരു വാളിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇത്രയും ഒരു 4 ഫീറ്റ് ഏരിയ മാത്രം നമ്മൾ വേണമെങ്കിൽ എടുത്താൽ മതി നമുക്ക് ആ ഒരു ഇതിനോട് യൂസ് ചെയ്യാനായിട്ട്. മൊത്തത്തിൽ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലുക്സ് അങ്ങ് ടോട്ടലി നിലയിൽ കുറച്ച് ഏരിയ വെച്ചിട്ട് ഈ മിറർ ബാക്ക് ഫ്രണ്ടിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു വാഷ് കൗണ്ടർ വാഷ് ഏരിയ എന്നുള്ളൊരു സ്പേസ്, വാഷ് ഏരിയ സ്പേസിനെ ഇത്രയും എലഗൻസ് ആയിട്ട് മാറ്റിയെടുക്കാന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും. ഈവൻ നമുക്കിപ്പോൾ ഇവിടുന്ന് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റെയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മിററിൽ കാണാൻ പറ്റും നമുക്ക് അതിൻ്റെ ആ സ്റ്റെയറിൻ്റെ ബ്യൂട്ടി. ഫുൾ മൊറോക്കൻ ടൈൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഈവൻ നമ്മൾ സ്റ്റെയർ ഇറങ്ങി വരുന്ന സമയത്തായാലും നമുക്ക് ഫുൾ ഔട്ട്ലുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഇതിനകത്തേക്കാണ് എന്റെ എക്സിക്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഇതിന്റെ കിച്ചൺ സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഡൈനിങ് സ്പേസ്, സ്റ്റെയർ കഴിഞ്ഞിട്ട് കിച്ചൺ. ഇതൊരു വലിയ കിച്ചൺ ആണല്ലോ. ആക്ച്വലി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഫാമിലീസാണ്. അപ്പോൾ അവർക്കെല്ലാം ചെറിയ ചെറിയ സ്മോൾ കിച്ചൺസാണ് ആവശ്യമുള്ളൂ. പിന്നെ അതുകൂടാതെ ഒരു മോഡേൺ കിച്ചൺ ഉണ്ടാവും, പിന്നെ ഒരു ഫയർ കിച്ചൺ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഇപ്പോൾ ഈ വീട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ഒരു നല്ലൊരു ഫാമിലിക്ക് അവർക്ക് രണ്ടും മിക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ, മാക്സിമം സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസി ആയിട്ടുള്ള കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മളിതിവിടെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം, ഇവിടെ ഇപ്പോൾ ഈ വലിയ കിച്ചൺ കൊടുത്തേക്കുന്നതുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ഏരിയ കിച്ചണോ അല്ലെങ്കിൽ ഷോ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് പൈസ വേണ്ട. ഇവിടെ രണ്ടും കൂടി ഒന്ന്, അതായത് പഴയകാല കോൺസെപ്റ്റ് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയ സ്പേസ് നമുക്കുണ്ട്, പക്ഷെ അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും യൂസിങ്ങിനായിട്ടുള്ള ചെറിയൊരു സ്പേസ് മാത്രമാണ് കൊടുത്തത്. പിന്നെ ഇവിടുത്തെ ഒരു ഈ വോളും വളരെ ഹൈലൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ടൈൽ മൊറോക്കൻ സീരീസ് ടൈലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ വോളുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ സത്യത്തിൽ ഇപ്പം ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇതിൻ്റെ ആ ഒരു സുഖം മനസ്സിലാവുന്നുണ്ട്. ആ വീട് കാണുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി, ലൈറ്റ്, ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റഡ് ആവും. അത് തന്നെയാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് റെഡ് തീമിലാണ് നമ്മൾ കിച്ചൻ്റെ കൗണ്ടേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ലൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ആംബിയൻസ് എപ്പോഴും അറ്റ് എ ടൈം ഡേ ടൈമിലായാലും നമുക്ക് മിക്സ് ആവാത്ത രീതിയിൽ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ മൊറോക്കൻ സീരീസിലുള്ളൊരു ഫുൾ ഹൈലി 10 ഫീറ്റ് ഹൈറ്റിൽ നമ്മളൊരു വാളിനെ മൊത്തം നമ്മൾ അങ്ങനെ പ്ലേസ് ചെയ്തത്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ കിച്ചൻ്റെ ഈ പരിപാടികളെല്ലാം, കിച്ചൻ്റെ ഈ സ്റ്റോറേജ് സ്പേസ് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഫുള്ളി എല്ലാം ലൈവ് ആണ് അല്ലേ? അല്ല, അതെ. ഇത് എന്ത് ബ്രാൻഡിന്റെ ചെയ്തിരിക്കുന്നത്? ഇത് നമ്മൾ എപ്കോ. എപ്കോയിൽ നമുക്ക് ഫുൾ ടോൾ യൂണിറ്റ് ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ ടാൻഡം ബോക്സസ് ഓരോ സ്പേസിലും നമ്മൾ ടാൻഡം ബോക്സസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പുൾ ഔട്ട് ഉണ്ട്, ബോട്ടിൽ ട്രേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന. അതുപോലെ കട്ട്ലറീസ് എല്ലാം. ഇതിപ്പോൾ ലിക്കയുടെ ബ്രാൻഡിലുള്ള 3 ബർണേഴ്സിൻ്റെ സ്റ്റൗവും അതുപോലെ ചിമ്മിണിയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഇനിയുണ്ട് ആക്സറീസും സംഭവങ്ങളും GT BT തുടങ്ങിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് എല്ലായിടത്തും നമ്മൾ സ്പേസ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ബ്രാൻഡ് എല്ലാ ആവശ്യത്തിനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതെ, ഇതിന് വന്ന് താമസിച്ചാൽ മതി. അതെ, ആൾക്കാർക്ക് ഇനി വരുന്നവർക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യുക, TV വെക്കുക, അവർക്ക് കയറി താമസാക്കാം. ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ശരിക്കും എത്ര ബെഡ്റൂംസ് ആണ് നമ്മൾ ഈ വീടിനുള്ളത്? ടോട്ടൽ നമുക്ക് 4 ബെഡ്റൂംസ്. 4 ബെഡ്റൂംസ് ആണ്. ഇതാണ് ഇപ്പോൾ അതിന്റെ മാസ്റ്റർ ബെഡ്റൂം ഏരിയ. ഈ മാസ്റ്റർ ബെഡ്റൂം ഏരിയയിനകത്ത് ഇപ്പം നമ്മൾ ആ കണ്ട ഒരു ചെറിയ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്തത് പോലാണ് ഇവിടുത്തെ ലാമിനേറ്റ്സ് യൂസ് ചെയ്തത്. അതെ അതെ അതെ. ഈ ലാമിനേറ്റ് സാധാരണ നമ്മൾ ഞാനിത് കണ്ടിട്ടില്ല. ഇത് ആക്ച്വലി ഇവിടെ അങ്ങനെ യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ ആളുകൾ. ഇത് ഒരു പുതിയ സീരീസ് ആണ്. ആ സീരീസിൽ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ കുറച്ച് നല്ല രീതിയിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു കുറച്ച് മോഡേൺ ടൈപ്പിലുള്ള ഒരു കളർ കോംബോയും മിക്സും വരുന്ന ടൈപ്പ് ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഞാൻ ഇതിനകത്തേക്ക് ചൂസ് ചെയ്തു. ബെഡ്റൂമിന് ഒരു വൈറ്റ് തീം കൊടുത്തിട്ട് ഇതുപോലുള്ള വാർഡ്രോബ്സ് ഒക്കെ നമ്മളിങ്ങനെ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ലാമിനേഷൻ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു എലഗൻസ് ഭയങ്കര കൂടും. കാര്യം ഒരു പോസിറ്റിവിറ്റി ബെഡ്റൂമിൽ തന്നെ ഒരു പോസിറ്റീവ്. സാധാരണ ബെഡ്റൂം വലിയ ബെഡ്റൂം വേണ്ട. അതെ, നമുക്കിപ്പോൾ ഈവൻ ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ബാക്കിലെ എലമെന്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഭംഗി കിട്ടും. ഇതിനകത്ത് നമുക്ക് ഈ മിററിന്റെ സ്പേസിൽ പുഷ് ബട്ടൺ വെച്ചിട്ട് നമ്മൾ സ്റ്റോറേജ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് സ്പേസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഈ വിൻഡോ സൈഡ് എന്ന് പറയുന്നത് നോർമൽ ഓൾഡ് പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ SS-ന്റെയോ അല്ലെ പൈപ്പോ ഒന്നും ചെയ്തിരിക്കുന്നത് പ്യൂർലി പോളിഷ് റാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ അതെ അതെ. പോളിഷ് റാഡ്സ് വെച്ചിട്ട് ഇതെല്ലാം വുഡെല്ലാം തേക്ക് തന്നെ, ഫുൾ ടീക്ക് തന്നെ. ഫുൾ ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ടീക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൈൻഡ്സ് നമ്മൾ വന്നിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. ഇത് ഫാബ്രിക് കോട്ടൺ ക്ലോത്തിൽ മെറ്റീരിയൽ നമ്മൾ ഫാബ്രിക്കായിട്ട് ഇതിൽ റോമൻസ് ബ്ലൈൻഡ്സും ഈ സൈഡിൽ വരുന്നത് ഫുള്ളി മറ്റേ നമ്മുടെ ഫ്രഞ്ച് വിൻഡോയ്ക്ക് വരുന്നത് കർട്ടൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജിപ്സം സീലിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പാറ്റേൺ വേറൊരു പ്രത്യേക പാറ്റേൺ, അവിടെ കണ്ടതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് വേറൊരു പാറ്റേണിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ബാത്റൂം സ്പേസിലേക്ക് വരികയാണ്. ബാത്റൂം വാഷ് ഏരിയ വെറ്റ് ഏരിയ രണ്ടായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ മൊറോക്കൻ സീരീസുകളോട് ഭയങ്കരമായ താല്പര്യമുള്ള ആളാണ്. എല്ലാവരും പറ്റുന്നിടത്തെല്ലാം ഒറ്റയെടുത്തൊന്നും ബോറായിട്ടില്ലല്ലോ. ഇല്ല, ബോറായിട്ടില്ല, ഗ്യാരണ്ടി ആയിട്ടും ബോറായിട്ടില്ല. ഇതിപ്പോൾ ആക്ച്വലി ഇന്നലെ എൻ്റെ ഒരു വേറെ ക്ലൈൻറ്റ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട് ടൈലിടാറായി. അപ്പോൾ ആൾ വന്നിട്ട് ഈ റൂമിലെ ടൈല് ഇതല്ല, ആക്ച്വലി അപ്പുറത്തെ റൂമിലെ ബാത്റൂമിലെ ടൈലും വേറെ ഒരു ഞങ്ങൾ വേറെ സൈഡിലും ചെയ്തിട്ടുണ്ട്. ആ 2 ടൈലിന് ആൾക്ക് 2 ബാത്റൂമിൽ മസ്റ്റായിട്ടും ഈ സെയിം കോംബോ വേണം എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് പോയേക്കാണ്. അപ്പോൾ അത് ഭംഗി, ഈ ലൈറ്റ് ഷെയ്ഡുകൾ, അതായത് വീടിനുള്ളിൽ ലൈറ്റുകൾ കൊണ്ടുവരാൻ, ഒരു പ്രകാശപൂരിതമാക്കാൻ അതിനകത്ത് യൂസ് ചെയ്യുന്ന ടൈൽസും പെയിന്റിനും വളരെ വലിയ ഇമ്പോർട്ടൻസ്. തീർച്ചയായും. പിന്നെ ഈ ക്ലോസറ്റ്സും വാഷ് ബേസിനും എല്ലാം സെറ ബ്രാൻഡിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഈ ഒരുപാട് കൂടിയ ലെവലിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് തന്നെ നമുക്ക് ഇപ്പോൾ ഈവൻ ഒരു അത്യാവശ്യം പ്രൈസ് ഉള്ളത് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഈവൻ ക്ലോസറ്റ്സ് ആയാലും അതിൻ്റെ ഫിറ്റിംഗ്സ് ആയാലും സംഭവമായാലും നമുക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ആളിന് വന്ന് കുളിക്കാനുള്ള ടർക്കി വരെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അപ്പർ ലിവിംഗിലേക്ക് പോവാം. അപ്പർ ലിവിംഗ് സ്പേസ് നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റെപ്സിനെ പറ്റി ഒന്ന് പറഞ്ഞു. സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇനി പറയാനുള്ളത് ഇതിന്റെ ഹാൻഡ് റെയിൽസ് ആണ്. വളരെ സിമ്പിൾ. അതായത് കേരളത്തിന്റെ സെൻട്രൽ കേരള കഴിഞ്ഞാൽ വടക്കോട്ട് വരുമ്പോൾ ഈ വരുന്ന ഹാൻഡ് റെയിൽസിന്റെ ആ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക, പ്യുവർ ആയിട്ട്. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീല്, ഗ്ലാസ് ഫ്രെയിം, ഇതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും വളരെ സിമ്പിൾ ഡ്രൈവ്. സത്യത്തിൽ എന്താണ് ശരത്തിന് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? നമുക്കിതിനകത്ത് കൂടുതൽ കിട്ടുന്ന ആ ഒരു ബ്യൂട്ടി തന്നെയാണ് നമ്മളിത് ചെയ്യാനുള്ള നമുക്കൊരു പ്രചോദനമായത്. നമ്മൾ കുറച്ച് റെഫറൻസുകളൊക്കെ എടുത്ത് അയൺ റോഡ്സിലും അതുപോലെ ടിക് വുഡിലും അതുപോലെ GP റെക്റ്റാങ്കിൾ ട്യൂബ്സും മാത്രം മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഹാൻഡ് റെയിൽസാണിത്. ഇവിടെ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വന്നു. ചെറിയൊരു സ്പേസ് ഇവിടെ അപ്പർ ലിവിംഗ് സ്പേസ്. പിന്നെ അവിടുന്ന് ഇവിടെ മുകളിൽ ഇരിക്കാൻ വേണമെങ്കിൽ ഫാമിലി ലിവിംഗ് ആയിട്ട് വേണമെങ്കിൽ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അപ്പർ ലിവിംഗ് സ്പേസ്. അതെ, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറിൽ കോമ്പിനേഷനിൽ വരുന്ന ഒരു റെക്സിൻ ഫിനിഷിൽ വരുന്ന
ഫുള്ളി എക്യുപ്പ് കമ്പനിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഫാക്ടറി മേക്ക്. വൈറ്റ് കളറിൽ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ക്വാളിഫൈഡ് ഗ്രീൻ എന്ന് പറയുന്ന കളർ വരുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു ക്ലയന്റിന് നമ്മൾ ഇന്റീരിയർ ചെയ്ത് കൊടുക്കുന്നു, ആ ഇന്റീരിയർ ചെയ്ത് കൊടുക്കുന്നത് 710 ഗ്രേഡ് ആണെന്ന് ആ ക്ലയന്റിനോട് എങ്ങനെ നിങ്ങൾ കൺവിൻസ് ചെയ്യും? നമ്മൾ അതിൻ്റെ ബില്ല് കൊടുക്കുന്നുണ്ട്. ഈവൻ ഇനിയിപ്പോൾ ക്ലയൻറ്റിന് അതിന് മുന്നേ ഇവിടെ നാട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെറ്റീരിയൽ നമ്മൾ ഇത് പ്രസ് ചെയ്യാൻ നമ്മൾ മെഷീനിൽ നമ്മൾ ഇതിന് മൈക്കൊക്കെ പ്രസ് ചെയ്യാൻ മുന്നേ അവർക്ക് അത് ചെക്ക് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽസ് കാണണമെങ്കിൽ കാണിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യൽ. എന്നിട്ടും കൺവിൻസ് ആവാത്ത ക്ലയന്റിനോട് നിങ്ങൾ എന്ത് ചെയ്യും? എന്നിട്ടും കൺവിൻസ് ആവാത്ത ക്ലയൻസിനാണ് നമ്മളതിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ബില്ല് പ്രോപ്പറായിട്ട് അവരുടെ പേർക്ക് നമ്മൾ മേടിച്ചിട്ടുള്ള ഗ്യാരണ്ടി, വാറണ്ടി കാർഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ലെവൽ വിട്ട് ബ്രാൻഡഡ് പ്ലൈവുഡ്സുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 100% ഈ പറയുന്ന ഗ്രേഡ് 710 ആണ് എന്നുള്ളതിന് ഉറപ്പ് കിട്ടും അല്ലേ? കിട്ടും. നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി കുറഞ്ഞ ഒന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യും. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ അയാളുടെ മുന്നിൽ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആണ്. ആ ഫിനാൻസ് കഴിഞ്ഞിട്ട് അടുത്ത ആ ഫിനാൻസ് ഒക്കെ ഒപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഫിനാൻസ് കയ്യിലുണ്ട്, ഒരു 50 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ ഡ്രീം ഒരു 2 കോടി രൂപയുടെ ഡ്രീം ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന അത്രയും ഗ്യാപ്പിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം കറക്റ്റായിട്ടൊരു കോൺട്രാക്ടർ, വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ അവരെ കൺവിൻസ് ചെയ്തില്ല എങ്കിൽ 100% അതൊരു വല്ലാത്തൊരു ഫ്ലോപ്പിലേക്ക് പോകും. ഒബ്വിയസ്ലി ഇപ്പം നമുക്ക് തന്നെ ഒരുപാട് ബിസിനസ്സുകൾ, ഒരുപാട് എൻക്വയറീസ് ഔട്ടറിൽ നിന്ന് വരുന്ന സമയത്ത് ആദ്യം ചില ആളുകൾ ഫോൺ എടുത്ത് നമ്മൾ ആരാണ് എന്നുള്ള ഉറപ്പ് വരുത്ത പോലെ ചെയ്യാതെ ചോദിക്കുക, ഗണേഷ് ബിൽഡേഴ്സ് അല്ലേ, നിങ്ങളുടെ റേറ്റ് എത്രയാണ്, നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ്. അപ്പോൾ ഒരു ധാരണയില്ല. കാരണം അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താ, അവർക്ക് എന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഒരു യാതൊരു കാര്യങ്ങളും പറയാതെ നമുക്ക് ഡയറക്റ്റ് പ്രൈസ് ചോദിക്കുമ്പോൾ നമുക്കൊരു ഫിക്സഡ് പ്രൈസ് ഇല്ല. നമ്മളിപ്പോൾ ഈ പറയുന്ന സംഭവത്തിനകത്ത് ഒരാൾ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് പ്രൈസിലേക്ക് കൺവേർട്ടായിട്ട് അത് ഒരു ലെവലിൽ നമ്മൾ ഫിനിഷ് ചെയ്യണത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. ആ റിക്വയർമെന്റ്സ് ഇപ്പം തന്നെ നമ്മൾ ബാത്റൂമിനകത്ത് സെറ പോലുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യും. അത് ജാഗോറി യൂസ് ചെയ്യുമ്പോഴോ അല്ല ഗ്രോഹ യൂസ് ചെയ്യുമ്പോഴോ അമേരിക്കൻ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുമ്പോഴോ അതിന്റെ കോസ്റ്റ് മാറി. ഇപ്പം നമ്മൾ ആ ഒരു ബാത്റൂം യൂസ് ചെയ്തിട്ട് ആ ഒരു ബാത്റൂം നമുക്ക് ഫോർ എക്സാമ്പിൾ 2 ലക്ഷം രൂപ നമുക്ക് സ്പെൻഡ് ആയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ടൈലിംഗ് എന്നൊക്കെ വെച്ചോളൂ. ആ ഒരു സെയിം ടോയ്ലറ്റ് നമുക്ക് 50,000 രൂപയ്ക്ക് 40,000 രൂപയ്ക്ക് ഉണ്ടാക്കാം. എല്ലാ കടക്കാരും കോംബോ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാത്റൂമിലേക്ക് വേണ്ട മൊത്തം സാധനം 15,000 രൂപയ്ക്ക് ഇറങ്ങേക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. ഈ 15,000 രൂപയ്ക്ക് സോഷ്യൽ മീഡിയ കാണുന്ന ഈ സെയിം സാധനത്തിന് അപ്പൊ തന്നെ കാണാം ഈ സാധനങ്ങൾ തൂക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് സാനിറ്ററി സാധനങ്ങൾ തൂക്കി കൊടുക്കുന്നു. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ബ്ലൈൻഡ്ലി അവരെ വെറും ഒന്നുമല്ലാത്ത രീതിയിൽ തോട്ട് പ്രോസസ്സിനെ ഡൈവേർട്ട് ചെയ്യാണ്, കാശ് കുറയുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയും ഏത് സാധനം എടുക്കാൻ പോലും എൻ്റെ ബ്രാൻഡഡ് സാധനം ചൂസ് ചെയ്യുക. ബ്രാൻഡഡ് സാധനം ചൂസ് ചെയ്ത ബ്രാൻഡിന് അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഒരു ഷോപ്പുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡ് പറയുന്ന ഷോപ്പുകാരൻ്റെ ആ കടക്കാരൻ ഏതാണോ അവൻ്റെ ഒരു ലെഗസി പരിശോധിക്കണം. അവൻ എത്ര വർഷമായിട്ട് ആ ബിസിനസ്സിലുള്ള ആളാണ്, അവൻ എന്തോരം സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആണ് എന്നുള്ള ഒരു കാര്യം ചർച്ച ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് തെറ്റുപറ്റില്ല. പിന്നെ മാക്സിമം ബ്രാൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് അതിലൂടെ ഉണ്ടാവുന്ന എക്സ്പെൻസസ്, അൺനെസസറി എക്സ്പെൻസ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനിയും ഇതിൻ്റെ അപ്പലവിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് വീടുകളിൽ പൂന്തോട്ടം വേണം എന്ന് ഉള്ള ഒരു പ്രിഫർ ചെയ്യുന്ന ഒരു ക്ലയന്റിന് 100% ഇതൊരു വലിയൊരു ഏരിയയാണ്. കാര്യം ചെടി വളർത്താം, അവർക്ക് ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം, റീഡിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ സ്പേസ് നമ്മൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സെൻട്രൽ സ്പേസിൽ നമ്മളൊരു ബോൺസായിയുടെ ഈ ഒരു 4 to 5 feet ഹൈറ്റ് വരുന്ന ഒരു ബോൺസായി ചെടി വയ്ക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു സ്പേസിൽ 2 ചെയർ, ഒരു ടേബിൾ, അവിടെ കുറച്ച് നമുക്ക് മറ്റേ ഗാർഡനിങ് സ്പേസ് ചെയ്യാനുള്ള പോട്ടിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഇവിടെ മൊത്തത്തിൽ നമുക്ക് ചെടികൾ വളർത്താം. പിന്നെ അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട്, ഫാമിലിയുടെ പ്രൈവറ്റ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഗസ്റ്റ് വരുമ്പോൾ വേണമെങ്കിൽ അവരെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു മോഡുലേഷനിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സൂപ്പർ ആയിട്ടുള്ള എക്സിക്യൂഷൻ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ബ്രാൻഡുകളാണ്. ഇപ്പോൾ പ്ലൈവുഡിൽ പറയുമ്പോൾ ട്രോജൻ എന്ന് പറയുന്ന ബ്രാൻഡ് അതിപ്പോഴത്തെ ലീഡിംഗ് ബ്രാൻഡാണ്. അവർക്ക് അതിനകത്ത് കളിപ്പിന് കാണിക്കാൻ പറ്റത്തില്ല. എല്ലാ സാധനങ്ങളും അങ്ങനെ ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഇതുപോലെ ഒരുപാട് വർക്കുകൾ ശരത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ട് ശരത്തിന് 32 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 32 വയസ്സിൽ 10 വർഷമായിട്ട് താങ്കളുടെ ഈ ജേർണി തുടർന്നു വരുന്നു. ഇപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ഓൾറെഡി താങ്കൾ ചെയ്തു കഴിഞ്ഞു. ഗണേഷ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു സൂപ്പർ, എനിക്ക് ഈ എന്താ പറയട്ടെ, ഓണ്ടർപ്രണർഷിപ്പ്, അതായത് ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. കാര്യം ഞാനും അതുപോലെ വളരെ എൻജോയ്മെന്റിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കച്ചവടം എന്ന് പറയുന്നത്.
നമ്മൾ ഇതുപോലെ തന്നെ ഈ കോൺസെപ്റ്റ് തന്നെയാണ്, നമ്മളൊരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം തന്നെയാണ് ആൾക്കാരിലേക്ക് കൊടുക്കാൻ നോക്കുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈവൻ നമുക്കിപ്പോൾ ഒരാളെ പറ്റിച്ച് കബളിപ്പിച്ച് ₹1 അല്ലെങ്കിൽ ₹10 നമുക്ക് ലാഭം കിട്ടും. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ എനിക്ക് 32 ഇയേഴ്സ് ആയിട്ട് 22 ഞാൻ 32 എത്തുമ്പോൾ ഞാൻ എത്ര വളർന്നു, ഇനി ഇതിന് മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവരുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഉണ്ടാക്കിയ പേര് നമുക്ക് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. അതിലൊരു കാര്യമുണ്ട്, കച്ചവടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കച്ചവടമാണ്. ബിസിനസ് ചെയ്യുന്ന ആൾ എപ്പോഴും പ്രോഫിറ്റ് എടുക്കണം. പ്രോഫിറ്റ് എടുത്തില്ലെങ്കിൽ അവന് നിൽക്കാൻ പറ്റും ഒരിക്കലുമില്ല. പക്ഷെ പ്രോഫിറ്റ് എടുക്കുമ്പോൾ ആ പ്രോഫിറ്റ് എടുക്കുന്ന ആളിന് അവൻ്റെ നിന്ന് ₹10 പ്രോഫിറ്റ് എടുത്താൽ ₹100 ഗുണം ഉണ്ടാക്കി വാല്യൂ അഡീഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ആ പ്രോഫിറ്റ് എടുക്കുന്നത്. അതെല്ലാ കാലവും സസ്റ്റൈൻ ചെയ്യും. ഞങ്ങളുടെ ബിസിനസ് 41 ഇയേഴ്സ് ആയി ഇന്ന് മാർക്കറ്റിൽ. ഇത്രയും വർഷമായിട്ടും വളരെ നല്ല രീതിയിൽ പോകാനുണ്ടായ കാരണം ഇതുപോലെ ഇദ്ദേഹം ഒരു 100 വർഷം ഇതുപോലെ നല്ല രീതിയിൽ പോകാൻ നമ്മളുടെ എന്താ പറയണ്ടേ, സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ ലഹരികളൊക്കെ എവിടെ വരെയായി? ഓൾമോസ്റ്റ് ആയി. ഇപ്പോൾ 19th നമ്മുടെ പൂരം ആണ്. പന്തലിൻ്റെ വർക്കും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ടൗണിൽ നമുക്ക് പൂരം കാണാനൊക്കെ വരാൻ പറ്റിയ സ്പേസ് ആണ് ഇവിടെ. ഇപ്പം എന്തായാലും വിഷ്ണു ചേട്ടനും ഫാമിലിയൊക്കെ ആയിട്ട് എന്തായാലും പൂരത്തിന് ഇറങ്ങുക. അപ്പം നമ്മളുടെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴാണ് ശരത്തിനും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. പിന്നെ എൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഞാൻ ചെയ്യുന്ന വ്ളോഗിങ്ങും ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റുക. പിന്നെ നമ്മളുടെ പേജ് എന്ന് പറയുന്നത് നല്ല വീടുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റി പറയുന്ന ഒരു ചാനലാണ്. അത് നിങ്ങൾ ദയവായി ഇത് കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.